കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേതൃത്വം വ്യക്തമാക്കി. തൊടുപുഴ UDF മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന്റെ മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കും വരെ UDFന്റെ നേതൃത്വത്തിൽ സമരം ശക്തമായി മുന്നോട്ടു പോകുമെന്നും CPMന്റെ ഇക്കാര്യത്തിലുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കണമെന്നും തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് ആവശ്യപ്പെട്ടു. അഴിമതിയുടെ പ്രഭവ കേന്ദ്രം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും അത് CPI ഓഫീസും CPMന്റെ ഓഫീസും അവരുടെ നേതാക്കളുടെ ഇടത്തേക്കുമാണ് എത്തുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വെക്കാതെ സംരക്ഷിക്കുകയാണ് CPM എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തൊടുപുഴ UDF മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ MA കരീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ പ്രൊഫസർ MJ ജേക്കബ്, AM ഹാരിത്ത്, NI ബെന്നി, TJ പീറ്റർ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, സഫിയ ജബാർ, KG സജിമോൻ, K ദീപക്, ജാഫർ ഖാൻ മുഹമ്മദ്, ഫിലിപ്പ് ചേരിയിൽ, PK മൂസ, രാജേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ 280 പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം. പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ, വെങ്ങലൂർ ജംഗ്ഷൻ, തൊടുപുഴ.